7 വയസ്സുകാരി തെരുവുനായയുടെ കടിയേറ്റ് മരിച്ച കൊട്ടാരക്കര കുന്നിക്കോട് വീണ്ടും തെരുവുനായയുടെ ആക്രമണം. ഇതര സംസ്ഥാന തൊഴിലാളി അടക്കം 2 പേർക്ക് കടിയേറ്റു. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സ്ഥിരമായിട്ട് ഇഷ്ടംപോലെ പട്ടികളുണ്ട്. ഇതാണ്ട് ഞാൻ താമസിക്കുന്ന മേളില്ല. അതാണ്ട് കിണറ്റിൻ്റെ അവിടെ നിന്ന് പട്ടികൾ ഇഷ്ടംപോലെ ഞങ്ങൾ എറിയോ കടന്ന് എവിടുന്ന് കൊണ്ടിട്ട പട്ടിയാണെന്നറിയാൻ വയ്യ. ഇപ്പോൾ ലൈവായിട്ട് വന്ന ഇവിടെ ഈ ടയറുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ വീസടിച്ചുകൊണ്ടിരുന്ന ജോലിക്കാരൻ അവരെ കടിച്ച് ഞാൻ മോളിൽ നിന്ന് കാണുമല്ലോ. അവിടെ ഒരു കാക്ക, നമ്മുടെ പള്ളി വരുന്നൊരു കാക്കയെ ചാടി കയറി കടിച്ച്. പഞ്ചായത്തിൽ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ 100 വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ 1-ാം നമ്പർ 100 വിളിച്ചിട്ട് അവർ ഇതുവരെ പ്രതികരിച്ചിട്ട് പോലും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ പോലും ആരും വന്നിട്ടില്ല. എത്ര എണ്ണം പട്ടികളെ, ഇങ്ങോട്ട് തിരിഞ്ഞാലും പട്ടികളെ. LP സ്കൂളിൽ തമ്പടിച്ച് കിടക്കുക. കുന്നിക്കോട് LP സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ. 1 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഈ കുട്ടിയെ മരിച്ച ആ സ്ഥലത്തിന് സമീപത്തായി തന്നെ ഇത്തരത്തിൽ ഉണ്ടായത്. 2 പേരെയാണ് തെരുവുനായ ഇന്ന് കടിച്ചത്. അതായത് അവിടുത്തെ സമീപത്തുള്ള ഒരു ടയർ കടയിലെ തൊഴിലാളിയായ ഇതര സംസ്ഥാന തൊഴിലാളി മുന്ന എന്ന് പറയുന്ന ബീഹാർ സ്വദേശിയായിട്ടുള്ള 30 വയസ്സുകാരനെയും ഒപ്പം തന്നെ സമീപത്തുള്ള ഒരു പള്ളിയിൽ നമസ്കരിക്കാനെത്തിയ വയോധികനെയുമാണ് തെരുവുനായ ആക്രമിച്ചത്. അതിനുശേഷം പ്രദേശത്താകെ ഭീതി പരത്തി നായ നടക്കുകയായിരുന്നു. പിന്നീട് ആളുകൾ തടിച്ചുകൂടിക്കൊണ്ട്, ആളുകൾ സംഘടിച്ചുകൊണ്ട് പല ഭാഗങ്ങളായി തിരിഞ്ഞ് ഈ നായയെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെയാണ് ഇതിന് സമീപത്തായി തന്നെ, ശാസ്ത്രി ജംഗ്ഷൻ സമീപത്ത് നിന്ന് തന്നെ ഈ തെരുവുനായയെ ആളുകൾ ചേർന്നുകൊണ്ട് കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുകയായിരുന്നു.